തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാൻ ഒരിക്കൽ കുഞ്ഞിപ്പള്ളിയിൽ സിയാറത്ത് കഴിഞ്ഞ് കിടക്കുമ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എനിക്ക് ആകെ ഒരു ഡൗട്ട്, എന്നോട് സംസാരിച്ചതൊക്കെ കുഞ്ഞിപ്പള്ളിയിലെ ആ ഹൗലും കരയിൽ കൂടെ റസൂലുള്ളാഹി കയറി വന്നു. എന്നോട് നല്ല പ്യൂർ സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സംസാരിക്കുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി അറബിയിലല്ലേ സംസാരിക്കേണ്ടത്, നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിലും സംസാരിച്ചു. എനിക്ക് ആകെയുള്ള ഡൗട്ട്, കണ്ടതൊക്കെ റസൂലുള്ളാഹി തന്നെ ആ സിഫത്തൊക്കെ ഒത്തിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള പ്രശ്നം സംസാരിച്ചത് എന്തിലാണ്? ഇംഗ്ലീഷ്. ഞാനയാൾ പറഞ്ഞു, എങ്ങനെ? ലോകത്തെ എല്ലാ ഭാഷയും വശപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ അത് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട്? അതിന്റെ ആവശ്യം വരാത്തതുകൊണ്ട്. ഇപ്പൊ എനിക്ക് കരാട്ടെ അറിയോ ഇല്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് കരാട്ടെ അറിയോ ഇല്ലേ നിങ്ങൾക്ക് എപ്പോഴേ അറിയുള്ളൂ. ഒരാൾ തല്ലാൻ വന്നാലല്ലേ അറിയുള്ളൂ. തല്ലാൻ ജീവിതത്തിൽ ആരും വരാത്ത കാലത്തോളം കരാട്ടെ അറിയുന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പഠിച്ചവനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ഇംഗ്ലീഷ് പറയാന്ന് പറഞ്ഞാൽ പൊങ്ങച്ചല്ലേ എന്റെ വായന. നിങ്ങൾക്ക് പറയാൻ മനസ്സിലായോ? ഇന്ന് മുത്ത് നബി റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കൽ ഐക്യരാഷ്ട്ര സഭയിലായിരിക്കും. ഇന്ന് ഹബീബായ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സംസാരിക്കാൻ സ്കോട്ടിഷ് ഇംഗ്ലീഷിലായിരിക്കും. ഉറപ്പ് സംശയിക്കണ്ട. കാരണം ലോകത്തെ മുഴുവൻ നിയോഗിക്കപ്പെട്ട ആളല്ലേ ആര്? റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്?